മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഒരുപാട് വിവാദങ്ങളിലൂടെ പോയി, ഒരുപാട് പ്രശ്നങ്ങൾ കടന്നുപോയി. ആ കാലത്തെക്കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ല, അതൊരു ഇരുണ്ട കാലഘട്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇരുണ്ട കാലഘട്ടമായിരുന്നു. സത്യത്തെ ഇരുട്ടുകൊണ്ട് അടച്ചു. കാർമേഘം കൊണ്ട് സൂര്യനെ മറച്ച പോലുള്ള കാലഘട്ടം. പക്ഷെ സത്യം എന്തായാലും പുറത്തു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അതിന് ഒരുപാട് ചിലവായില്ലേ, കോസ്റ്റായില്ലേ? കാരണം ഉമ്മൻചാണ്ടി സാറിന് പിന്നീട് അദ്ദേഹത്തിന് നല്ല കാലം കഴിഞ്ഞു പോയി. ടൈം കോസ്റ്റ് ഉണ്ടായിരുന്നു, ഹെൽത്ത് കോസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമുക്കെല്ലാം ജീവിതത്തിലുള്ളതാണല്ലോ. ചിലപ്പം എന്തുകൊണ്ടാണ് പ്രതിരോധിക്കാൻ കഴിയാതെ പോയത്? ഞാൻ പറഞ്ഞത് ഒരു വലിയ നുണ. ഇപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ ആ നുണ ആഘോഷിച്ചവരാണ് അത് പറയുന്നത്. പക്ഷേ നമ്മുടെ മുമ്പിലൊരു നുണ സത്യം എന്ന തരത്തിൽ അവതരിപ്പിക്കപ്പെടാൻ സാഹചര്യം ഉണ്ടാകുമ്പോൾ അല്ല, അത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഉണ്ടായിരിക്കും. അദ്ദേഹം വളരെ പേഷ്യൻ്റായിട്ടുള്ള പേഴ്സണാണ്. അദ്ദേഹത്തിന് അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു 43 വർഷത്തെ രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അദ്ദേഹത്തിന്. അദ്ദേഹം നേരിടുന്ന രീതി അങ്ങനെയാണ്. അദ്ദേഹം ആ സത്യം എമർജ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ആ എമർജ് ചെയ്തപ്പോൾ കേരളം അദ്ദേഹത്തിനെ അതേ ആദരവോടെ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. പക്ഷെ മരണശേഷമാണ് അദ്ദേഹത്തിന് ഇത് കിട്ടുന്നത്. എല്ലാവർക്കും ചിലപ്പം നീതി ജീവിതത്തിൽ കിട്ടണമെന്നില്ലല്ലോ. എത്രയോ പേര് ജീവിച്ച് മരിച്ചു. അവർക്ക് ചിലപ്പം നീതി ഈ ജീവിതത്തിൽ മരിച്ചാലും കിട്ടാറില്ലല്ലോ. ഇപ്പോൾ അങ്ങനെയാണ് കിട്ടിയത്. അതിൽ കൂടുതൽ എന്താ അംഗീകാരം? കേരള ജനത്തിൻ്റെ മനസ്സിൽ, ഓരോരുത്തരുടെയും മനസ്സിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൽ കാര്യം ഒരു അംഗീകാരം വ്യക്തി കിട്ടാനില്ല. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അംഗീകാരം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്തുണ പറയാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട്.